ദേവർഷി, ഇത് അനർത്ഥമായിരിക്കുന്നു. നമുക്കിത് അവസാനിപ്പിക്കണം. ആര് നിർത്തും? യുദ്ധം അവസാനിക്കണമെങ്കിൽ അത് ആരംഭിച്ചവർ തന്നെ നിർത്തണം. ഇവിടെ രണ്ടുപേരും ഉറച്ചു നിൽക്കുന്നു. പരശുരാമൻ ക്രോധാവേശത്താൽ തീവ്ര പ്രഹരം നടത്തുന്നു. പക്ഷേ ഗണേശൻ ഓരോ പ്രഹരവും ചേർത്ത് നിൽക്കുന്നു. ഒരു ഉപായം കാണണം ദേവർഷി. ശ്രീഹരി വിഷ്ണുവിന്റെ അംശാവതാരം പരശുരാമനും മഹാശക്തിയുടെ അംശം ഗണേശനും പരസ്പരം എതിർക്കുകയാണ്. ഭഗവാൻ ശിവൻ സ്വന്തം പുത്രനും സ്വന്തം ശിഷ്യനും തമ്മിലുള്ള ഈ യുദ്ധം തടയാത്തത് എന്തുകൊണ്ടാണ്? വരുണദേവ, താങ്കൾ എത്ര ആലോചിക്കുന്നുവോ അത്രയും ആലോചന ഭഗവാൻ ശിവനും ഉണ്ടായിരിക്കും. എന്നിട്ടും യുദ്ധം നടക്കുന്നു. അതായത് ഇതെല്ലാം ഭഗവാൻ പരമേശ്വരന്റെ ലീലകളാണ്. ഏതോ ഭാവി സംഭവത്തിന്റെ മുന്നോടിയാണ്. അദ്ദേഹം ശാന്തനാണ്. കാരണം ഈ യുദ്ധം ഏതോ പരിണാമത്തിന് അടിസ്ഥാനമാക്കും. ജയ മാതാവേ! ദേവി ദേവി, അനർത്ഥമായി. അങ്ങ് വേഗം വരണം. എന്തു പറ്റി നന്ദി? ദേവി, അവിടെ ഒരു അത്ഭുത പുരുഷൻ ഗണേശനുമായി യുദ്ധം ചെയ്യുന്നു. അയാൾ ഭയങ്കരനാണ്. ദേവി, ഗണേശൻ അയാളെ എതിർക്കാനാവുകയില്ല. അങ്ങ് വേഗം വരണം. ദുഷ്ടപുരുഷൻ, അകാരണമായി എന്റെ പുത്രനെ ആക്രമിച്ചവൻ. എന്റെ പുത്രനെ ഇങ്ങനെ ആക്രമിച്ചവനെ ഞാൻ വെറുതെ വിടുകയില്ല. ഗുരുമാതാ, എന്റെ അപരാധം ക്ഷമിക്കണേ. ഇദ്ദേഹം പറഞ്ഞിരുന്നു അവിടുത്തെ പുത്രനാണെന്ന്. പക്ഷെ ഈ വിചിത്ര ആകൃതി കാരണം എനിക്ക് വിശ്വാസം വന്നില്ല. നീ ക്ഷമയ്ക്കല്ല, ദണ്ഡനയ്ക്ക് അർഹനാണ്. നിന്നോട് ക്ഷമിക്കാനാകുമോ ഒരു മാതാവിന്? നീ പുത്രനെ വധിക്കാൻ ശ്രമിച്ചവനാണ്. അജ്ഞാനം കൊണ്ട് സംഭവിച്ചതാണ്. ക്ഷമ നൽകില്ലെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യാൻ അനുവദിക്കണം. ഒരിക്കലുമില്ല. അജ്ഞാനം കൊണ്ട് തെറ്റുപറ്റും, അപരാധമല്ല. ക്രോധവും അഹങ്കാരവും മൂലം ചെയ്ത കർമ്മം തെറ്റല്ല, അപരാധം തന്നെയാണ്.
ഇതിന് ഞാൻ നിനക്ക് ദണ്ഡന നൽകുന്നതാണ്. നിൽക്കൂ ദേവി പാർവതി. ക്രോധം മൂലം ചെയ്ത കർമ്മം അപരാധമാകുന്നുവെന്ന് ദേവിക്ക് അറിയാമെങ്കിൽ അജ്ഞാനത്തിനടിമയായി ഈ അനുചിത കാര്യം എന്തിനു ചെയ്യുന്നു? ക്ഷമിക്കണം ഭഗവാൻ, ക്ഷമിക്കണം. അപരാധം ചെയ്തു ഞാൻ. മാതാവ് പാർവതി എനിക്ക് എന്ത് ദണ്ഡന വിധിച്ചാലും ഞാനത് നമ്രശീർഷനായി സ്വീകരിച്ചു കൊള്ളാം. ഞാൻ അവിടുത്തെ ദർശനത്തിനായി വന്നതാണ്. പക്ഷേ വിധി വൈപരീത്യം സ്ഥിതി മറിച്ചാക്കി ഭഗവാൻ. സഗുണ വിദ്യാധാരി ഈ സത്യം അറിയുന്നതേയില്ല. അങ്ങ് ശ്രീഹരി വിഷ്ണുവിന്റെ അംശവും എന്റെ ശിഷ്യനുമാണ്. നടക്കേണ്ടത് നടന്നു കഴിഞ്ഞു. അങ്ങ് നിമിത്തം മാത്രമാണ്. ഗണേശൻ ഏകദന്തനായി പൂജിക്കപ്പെടും. അവനെ ഏകദന്തനാക്കേണ്ട കർമ്മം വിധി പരോക്ഷ രൂപത്തിൽ അങ്ങിൽ സമർപ്പിച്ചുവെന്ന് മാത്രം. ശ്രീഹരി വിഷ്ണുവിന്റെ അംശാവതാരമായ പരശുരാമനോട് ക്രോധം അനുചിതവും അനാവശ്യവുമാണ് ദേവി. ഇതെല്ലാം നമ്മുടെ ഇച്ഛയും ലീലയും കാരണം സംഭവിച്ചതാണ്. ഗണേശ, അജ്ഞത മൂലം യുദ്ധമുണ്ടായി. ജ്ഞാനം ലഭിച്ചാൽ ആദരിക്കണം. പ്രണമിക്കൂ ഇദ്ദേഹത്തെ. അജ്ഞത കൊണ്ട് എന്തെല്ലാം സംഭവിക്കുന്നു. സ്നേഹം ലഭിക്കേണ്ട വ്യക്തി ക്രോധത്തിന് പാത്രമായി. മാറോടണയ്ക്കേണ്ട വ്യക്തിയുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു. എന്നോട് ക്ഷമിക്കൂ ഗണേശ. അങ്ങനെ പറയരുത് ഭഗവാൻ. അവിടുന്ന് പൂജനീയനാണ്. പ്രണാമം പിതൃദേവ. പ്രണാമം മാതാവേ. കാർത്തികേയന്റെ പ്രണാമം സ്വീകരിച്ചാലും മഹാമുനെ. അഹോ ഭാഗ്യം, അവിടുത്തെ ദർശനം ലഭിച്ചു. ധന്യഭാഗ്യം എനിക്കാണ്. എനിക്കെന്റെ ഗുരുവിനൊപ്പം ഗുരുമാതാവിൻ്റെയും 2 പുത്രന്മാരുടെയും ദർശനഭാഗ്യം ലഭിച്ചു. അങ്ങ് ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരമാണ്. ഞങ്ങൾക്ക് പൂജനീയനാണ്. ഒപ്പം വിശ്വനാഥന്റെ ശിഷ്യനുമാണ്. അതിനാൽ സ്നേഹത്തിന് പാത്രവുമാണ്. അതിനു മുൻപ് ഗണേശന്റെ ദന്തമുടച്ചതിൽ എന്റെ ക്രോധത്തിനും പാത്രമായി. ഇപ്പോൾ തോന്നുന്നത് അങ്ങ് ഇവിടെ എത്തുന്നതിനു മുൻപ് അജ്ഞത പ്രവേശിച്ചിരുന്നു എന്നാണ്. അത് ആദ്യം അങ്ങയെയും പിന്നെ എന്നെയും ബാധിച്ചു. എന്റെ കടുത്ത വാക്കുകളെ അങ്ങ് ക്ഷമിച്ചാലും. അരുതരുത്, ക്ഷമ ചോദിച്ച് എന്നെ പീഡിപ്പിക്കരുത്. അങ്ങെന്റെ ഗുരുമാതാവാണ്. അങ്ങയെ വിശ്വനാഥന്റെ ശിഷ്യനായി കരുതിയല്ല, ഭഗവാൻ വിഷ്ണുവിന്റെ അംശാവതാരമാണെന്ന് മാനിച്ച് ക്ഷമ ചോദിക്കുന്നു. പക്ഷേ ഞാൻ ശിഷ്യഭാവത്തിൽ എന്റെ ഗുരുവരൻ ശിവശങ്കരനെ ദർശിക്കാൻ വന്നതാണ്. പക്ഷെ ഇവിടെ വന്ന് ഈ ശിഷ്യനാൽ 2 അപരാധം സംഭവിച്ചു. ഒന്ന് ഗണേശനെ ആക്രമിച്ചു. രണ്ടാമത് ഗുരുമാതാവിന് എന്നോട് ക്ഷമ യാചിക്കേണ്ടി വന്നു. എനിക്ക് ഈ അപരാധത്തിന് പ്രായശ്ചിത്തം ചെയ്യണം. ഗുരുവര, എന്നെ അനുവദിച്ചാലും ഞാൻ മഹേന്ദ്രപർവ്വതത്തിൽ പോയി ഈ ദോഷത്തിന് പ്രായശ്ചിത്തം ചെയ്യും. പരശുരാമൻ പ്രായശ്ചിത്തം ചെയ്യാൻ മഹേന്ദ്ര പർവ്വതത്തിലേക്ക് പോയി. ഈ സംഭവത്തിന്റെ ശുഭ അന്ത്യം അങ്ങനെ തന്നെ ആകണം ദേവരാജ. ഞാൻ അങ്ങോട് ആദ്യമേ പറഞ്ഞില്ലേ, ഇതെല്ലാം ശിവലീലയുടെ ഭാഗമാണെന്ന്. പക്ഷെ ദേവർഷി, ഈ ശിവലീലയുടെ പ്രയോജനം എന്താണ്? വായുദേവ, അങ്ങ് ഇപ്പോഴും പ്രയോജനത്തെക്കുറിച്ച് ചിന്തിക്കുകയാണോ? പരിണാമത്തെക്കുറിച്ച് ചിന്തിച്ചതേ ഇല്ല. കേട്ടുകൊള്ളുക. ഗണേശനെ ഏകദന്തൻ എന്ന രൂപത്തിൽ പൂജിക്കുക എന്ന ലക്ഷ്യത്തിനായി ഭഗവാൻ പരമേശ്വരൻ, മഹാമുനീശ്വരൻ പരശുരാമന്റെ മനസ്സിൽ സ്വന്തം ദർശനത്തിനുള്ള ഇച്ഛ വളർത്തി അദ്ദേഹത്തെ കൈലാസത്തിൽ എത്തിച്ചു. ഇപ്രകാരം സ്വന്തം കുടുംബത്തെ ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരം പരശുരാമന് പരിചയപ്പെടുത്തി.
നാരായണ നാരായണ. അങ്ങനെ ഗണേശൻ ഏകദന്തനായി. ജ്യേഷ്ഠ കാർത്തികയ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ പരശുരാമനാൽ ഞാൻ ഏകദന്തനാകില്ലായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? പിതാവ് വിശ്വനാഥൻ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അദ്ദേഹത്തിന് ചെയ്യാനാകത്ത് എനിക്ക് ചെയ്യാനാകുമോ? പക്ഷെ സത്യം ഇതാണ്, പിതാവിന്റെ ഇച്ഛാനുസരണമാണ് എല്ലാം നടന്നത്. അദ്ദേഹം നിന്നെ ഏകദന്തനാക്കി അധികം പൂജനീയനാക്കാൻ ആഗ്രഹിച്ചു. നീ അതായി തീർന്നു. ഗണേശ, ഇതാ കുമാരൻ കാർത്തികേയന് പറ്റിയല്ലോ, നമുക്ക് കളിക്കാം. ഓ ശരി ശരി. നടക്ക്. ദേവിക്ക് പുത്രന്മാരുടെ വിവാഹത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. അങ്ങ് എന്താണ് ഈ പറയുന്നത് സ്വാമി? ഞാൻ സ്വയം ഈ വിഷയത്തെക്കുറിച്ച് അങ്ങയോട് സംസാരിച്ചിരുന്നു. അവശ്യം ചെയ്തിരുന്നു. പക്ഷെ ആ ചർച്ച വിസ്മൃതിയിൽ പെട്ടുപോയി. ഇല്ല, ഞാൻ മറന്നില്ല. എനിക്ക് ഒന്നറിയാം, അവിടുത്തെ ഇച്ഛ കൂടാതെ ഒന്നും സംഭവിക്കില്ലെന്ന്. അങ്ങക്ക് എപ്പോൾ തോന്നുന്നുവോ അതുവരെ 2 പുത്രന്മാരുടെയും വിവാഹ വിഷയം കേവലം ചർച്ച മാത്രമായിരിക്കും. ഒന്നോർക്കണം, ഈ വിഷയത്തിൽ എനിക്കിച്ഛയില്ലെങ്കിൽ വീണ്ടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമോ? ഭഗവാൻ വിശ്വനാഥൻ ജയിച്ചാലും ജയിച്ചാലും ദേവി പാർവതി ജയിച്ചാലും. ജയിച്ചാലും പ്രണാമം പരമേശ്വര. പ്രണാമം ദേവി പാർവതി. വരണം രാജൻ. ദേവർഷി നാരദനാൽ പ്രേരിതനായി സ്വന്തം ആവശ്യത്തിനായി വന്നതാണ് പ്രഭു. വരവന്റെ ഉദ്ദേശം എന്ത് രാജ വിശ്വരൂപ? അങ്ങ് സർവജ്ഞനാണ്. അങ്ങയുടെ ഉദ്ദേശം എന്തു പറയാനാണ് പ്രഭു? ഇതാ എന്റെ 2 പുത്രിമാർ, ബുദ്ധിയും സിദ്ധി. അവരുടെ ചുമതലയിൽ നിന്ന് എനിക്ക് മുക്തനാകണം പ്രഭു. അവരെ ആർക്ക് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു? പ്രഭു, അങ്ങയ്ക്ക്, ദേവി പാർവതിക്ക്, അവിടുത്തെ പുത്രവസുക്കളായി. അങ്ങയുടെ നിശ്ചയം പറയൂ ദേവി. നിശ്ചയിക്കുവാനുള്ള അധികാരം അങ്ങയുടേതാണ്. പക്ഷേ ഞാൻ ഈ 2 കന്യകമാരെയും പുത്രവധുക്കളായി കാണുന്നു. അതായത് എന്റെ നിശ്ചയം അറിയും മുമ്പേ അങ്ങ് നിശ്ചയിച്ചു കഴിഞ്ഞു അല്ലേ? ഈ 2 കന്യകമാരെയും പുത്രവധുക്കളാക്കണമെന്ന്? രാജൻ, അങ്ങ് നിശ്ചിന്തനായി ഭവനത്തിലേക്ക് പോയാലും സമയമാകുമ്പോൾ അങ്ങേക്ക് ശുഭസന്ദേശം ലഭിക്കുന്നതാണ്. പ്രഭു, ധന്യനായി ഞാൻ. പ്രണാമം വിശ്വനാഥ. പ്രണാമം ദേവി പാർവതി. മാതാപിതാക്കൾക്ക് പ്രണാമം. മംഗളം ഭവ. ഭവ. ഇപ്പോൾ നിങ്ങൾ 2 കന്യകമാരെ കണ്ടുവല്ലോ. അവർ നമ്മുടെ ഭാവി പുത്രവധുക്കളാണ്. പക്ഷെ വിവാഹത്തിന് മുൻപ് നിങ്ങൾ 2 പേരും വിവാഹത്തിന് യോഗ്യരായെന്ന് തെളിയിക്കണം. അപ്പോൾ ഞങ്ങൾ 2 പേരും വിവാഹത്തിന് യോഗ്യരല്ലെന്നു